1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 8008000120. जाने मन सीने दिल രണ്ട് പ്രതിമകളിവിടെ കൊണ്ടുവച്ചത് മറലനെ എന്തോന്ന് എന്താ ആരെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും പറ ചേച്ചി. ഇങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോവില്ല. ഇങ്ങനെയാണെങ്കിൽ എന്ത് മുന്നോട്ട് പോകില്ലെന്ന്? ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പണ്ടേ താല്പര്യമില്ല. ചേച്ചി, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കാത്ത കാര്യം പറ. എന്റെ ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോയില്ലേ, എന്നിട്ട് മമ്മിയോട് സംസാരിക്കാൻ അവന് പറ്റിയില്ല, മമ്മിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഗ്രഹപ്പിഴയ്ക്ക് ഇന്ന് ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോയി. അന്ന് കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാ വീണ്ടും ഇന്ന് ഇവനെ കൊണ്ടുപോയത്? ഡാഡി ഇല്ല ഇവിടെ, ഡൽഹിയിലാ, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. നല്ല കാര്യം, പുള്ളി അവിടെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി അത് കൊള്ളാലോ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ചേച്ചി ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക. അതെ മെറിനെ, കേശു കൊമ്പത്തെ ആളൊന്നുമല്ല. എന്നാലും ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരിച്ച് സംസാരിക്കും. എന്നും പറഞ്ഞോണ്ട് യാവനയിലും നമ്മുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്ന വിട്ട ചരിത്രവും ഇല്ല, നെഞ്ചും വിരിച്ച് നിൽക്കും. വീട്ടിലൊന്ന് അലമ്പാക്കി കാണുമല്ലേ? പിന്നല്ലാണ്ട് മമ്മിക്ക് ഇവനോട് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതവന് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മറുപടി പറഞ്ഞു. പക്ഷെ ദേഷ്യത്തിലാന്ന് എനിക്കും മനസ്സിലായി, മമ്മിക്കും മനസ്സിലായി. ചേച്ചി, ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണല്ലേ ഉള്ളൂ. ഞാൻ എങ്ങും എത്തിയിട്ടുമില്ല, 10-40 വയസ്സും ആയിട്ടില്ല. പിന്നെ എന്തെന്നാണ്? പിന്നെ എന്റെ ആയിട്ട് ഡാഡിയുടെ കോടികളും ഇല്ല. എന്തെങ്കിലും പറയുമ്പോ അതിന്റെ ഇടയിൽ ഡാഡിയുടെ കോടി എന്ന് പറയുന്നത് എന്തിനാ? അത് തന്നെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ വീട്ടിലുള്ളവരൊക്കെ പറയണേ. അങ്ങനെ വീട്ടിലില്ലല്ലോ, ഡൽഹിയിലല്ലേ? ഡൽഹി ഒരേ എന്താണ് രാവിലെ രണ്ടുപേരും കൂടെ ഏതാണ്ട് വഴക്കിട്ട് വന്നാന്ന് തോന്നുന്നല്ലോ. அம்மா அது எப்பவுமே அப்படிதானே அம்மா. நீங்க 2 பேருமா வந்தது எங்களுக்கு தெரியல. கேஸோட சத்தம் கேட்டு தான் வந்தோம். மெர்லின், உனக்கு ஸ்ட்ராங்கா காஃபி எடுக்கட்டா? അയ്യോ, കോഫി മാത്രം ആക്കണ്ട, ഒരു ജ്യൂസ് കൂടെ അടിച്ചു കൊടു. കുറച്ച് പൊങ്കരി കൂടെ ഉണ്ടാക്കി കൊടു തിന്നിട്ട്. നീ രാവിലെ ഒന്ന് മമ്മിയുടെ അടുത്ത് നല്ല പൊങ്കാല ഇട്ടില്ലേ, അത് തന്നെ ധാരാളം. വീണ്ടും കേശു മെർലിന്റെ വീട്ടിൽ വന്നോ? അമ്മമ്മ, ഞാൻ പോയതൊന്നുമല്ല. മമ്മി മോളും കൂടെ പ്ലാൻ ചെയ്ത് എന്നെ തൂക്കിയെടുത്തോണ്ട് പോയത്. എന്തിന്? എന്റെ ഭാവി പരിപാടി അറിയാൻ. കോടീശ്വര പുത്രിയല്ലേ, ഭാവി സേഫ് ആക്കണ്ടേ? ഞാനും മമ്മിയും പ്ലാൻ ചെയ്ത് നിന്നെ വിളിച്ചോണ്ട് പോയതാന്നല്ലേ? സോറി. കണ്ട ശരിക്കുള്ള സ്വഭാവം പുറത്ത് പറഞ്ഞത് കണ്ട. പിന്നെ നമ്മളെങ്ങനെ വിട്ടുകൊടുക്കും? നമ്മളെ വിട്ടുകൊടുക്കൂ? മെർലിനെ, പറയാൻ പാടില്ലെന്നറിയാം, എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. അറിയാടേ, നിങ്ങൾ വലിയ പണക്കാർ തന്നെ, പക്ഷെ സ്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും കുറവില്ലല്ലോ. പിന്നെ കുടുംബ പാരമ്പര്യത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ലോകത്ത് വരൂല്ല. നിങ്ങൾ ഉണ്ടാക്കിയ അടിസ്ഥാനവും ഉള്ള അടിസ്ഥാനവും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് താൻ മനസ്സിലാക്കിയാൽ തനിക്ക് കൊള്ളാം. കണ്ട വലിയ സിംപ്ലിസിറ്റി പറയുന്ന ആളാ, എന്നിട്ട് എന്റെ വായിന്ന് വന്നാണ്ട. ശരിയാണോ നീ പറഞ്ഞത്? ഞങ്ങൾ വലിയ തമ്പ്രാക്കന്മാരല്ല, വലിയ പാരമ്പര്യമുള്ള വീട്ടിൽ നിന്ന് വന്നതും അല്ല. നീ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഉള്ളതല്ല, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് വെട്ടിപ്പിടിച്ച തന്നെയാ. എന്താ നിനക്കൊന്ന് പറയുന്നത്? മറുപടി ഞാൻ തരങ്ങി വന്നേ ചേച്ചി നടക്ക്. அவளுக்கு காஃபி தானே.
மெர்லின் வந்திருக்கால, முதல்ல காஃபி கொடுக்கலாம். பிரேக்ஃபாஸ்ட்டுக்கு தோசை இருக்கு, ஆனா கறி இல்ல. ഉരുളക്കിഴങ്ങ് കറി വെക്കലാമാന്ന് ഞാൻ യോசிச்சுட்டு இருக்கேம்மா. ഒരു കാര്യം ചെയ്, വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി കൊടുക്ക്. செய்யலாமா? ആ അത് കഴിക്കാൻ പറ്റിയ സമയം ഇപ്പം. പോയാ പൈത്യക്കാരി. നീ തേങ്ങ എടുത്തു വെച്ചായിരുന്നോ? ഇല്ലമ്മാ. ഇല്ലമ്മ, ഞാൻ പോയി എടുത്തോളാം. ഞാനാ മീര ഭയന്നിട്ട്. ചേച്ചിയുടെ ഒച്ച കേട്ട് ഞാനാ പേടിച്ചേ. എന്താ എന്താ വെള്ളം വെച്ച്? ആ മോളിതെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തിനാ ഇവിടെ കിടന്ന് ഒച്ച വെച്ചേ? അമ്മ ഇവ വന്ന് ഭയപ്പെടുത്തിട്ടമ്മ എന്നോട് ഉസിരേ പോയിടുച്ച്. തേങ്ങ എടുത്ത് അനക്കൊരെണ്ണം വെച്ചേരും കേട്ടോ. മനുഷ്യൻ പേടിച്ചു പോയി. ഞാൻ എന്തോന്നത്? ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ചെന്നേ. ടീച്ചർ എപ്പോ എത്തി? ഞാനിപ്പോ വന്ന് കേറിയേ ഉള്ളൂ. ഹാളിൽ നോക്കിയപ്പോ ആരും കണ്ടില്ല. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോ കനക ചേച്ചി ഇവിടെ നിൽക്കണം. അപ്പൊ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചു. ചേച്ചിയും പേടിച്ചു, ഞാനും പേടിച്ചു. ഞാനവിടെ ഗൗരിയമ്മയുടെ മുറിയിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്നാലേ ഇവിടെ നടക്കുന്നൊന്നും കാണുകയും കേൾക്കുകയൊന്നും വേണ്ടല്ലോ. എന്തുണ്ട് വിശേഷം? അല്ല, കല്യാണക്കാരൊക്കെ എന്തായി? കല്യാണം ഒക്ടോബറിലാണ്. ഫിക്സ് ആക്കി? ആ ഫിക്സ് ആക്കി. എന്റെ മോളെ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എല്ലാരും വരണം. മോളുടെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാരും എന്തായാലും വന്നിരിക്കും. കണ്ടിപ്പാ നാങ്ക എല്ലാരും വരുവോം. ലച്ചു, കേസു മെർലിൻ എങ്ക? അവരാ വീടിന്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ കേശു മെർലിൻ ഇവിടെ ഉണ്ടോ? എവിടെയാ? അങ്ങോട്ട് പോവാനാണ്. എന്റെ പൊന്നു ടീച്ചറെ ചതിക്കരുത്. രണ്ടും കൂടെ കട്ടക്കലിപ്പ. ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നാലേ നല്ല രസമായിരിക്കും. അയ്യോ എന്ത് പറ്റി? അതൊന്നും പറയണ്ട, അവര് തമ്മിൽ രാവിലെ തൊട്ടുള്ള വഴക്ക. എന്ത് വഴക്കുണ്ടാക്കിയാലും കേശു മെർലിൻ എന്നെ കണ്ട ഹാപ്പി ആവും. അല്ലെങ്കിലും കേശുവിന് എന്നോട് പ്രത്യേക സ്നേഹമല്ലേ? അതെ അതെ അതെ, സ്നേഹമൊക്കെ തന്നെ. പക്ഷെ അവന്റെ സ്വഭാവം മാറിയ ആരോട് എന്താ പറയണ്ടെന്ന് അവനറിയാൻ പറ്റത്തില്ല. ലച്ചു, ഇപ്പൊ എന്നാ പ്രശ്ന? അയ്യോ അതാ എന്റെ വേറൊന്നും അല്ല. ഓൾറെഡി അവൻ പറഞ്ഞല്ലോ അവൾ ഇവനെയും വിളിച്ചോണ്ട് അവരുടെ വീട്ടിൽ പോയിന്ന്. മെർലിന്റെ മമ്മിക്കാണെങ്കിൽ കേശുവിന് ഭയങ്കര കാര്യമാണ്. തലയിൽ വെച്ചോണ്ടാ നടക്കുന്നത്. പിന്നെ ഇവനവിടെ ചെന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതായത് ഭാവി കാര്യങ്ങളൊക്കെ. അവരൊരു അമ്മയല്ലേ, ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പൊ ഇവൻ പറഞ്ഞു ഭാവിയിൽ ഇവന്റെ പരിപാടി കൃഷിയാണെന്ന്. ഈ കാലത്ത് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് ദഹിക്കാനാ? അത് കഴിഞ്ഞപ്പോ ഇവൻ പറയാ ജോലി ഒന്നും സെറ്റ് ആയില്ലെങ്കിൽ ഇവൻ വല്ല കൂലിപ്പണിക്കും പോകുന്നു. ചായ പോലും കുടിക്കാതെയാണ് തിരിച്ചവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് മാത്രോ, ഇറങ്ങാൻ നേരത്തെ ഒരു ഡയലോഗ് അടിയും കൂടെ. ഞാനും മെറിലും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നേരെ ചൊവ്വയൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അയ്യോ ഇനി പ്രശ്നമാവോ? ആർക്കറിയാം. பிரச்சனை எல்லாம் ஆகாதம்மா. கேசு தானே, அவனுக்கு எல்லா பிரச்சனையும் நல்லா சால்வ் பண்ண தெரியும். அவன் சூப்பர் தானே. ആന്റി, ഒരു കാര്യമില്ലാതെ അവനെ ഇങ്ങനെ പൊക്കി മേളി കയറ്റുന്ന പരിപാടി ഉണ്ടല്ലോ, അതാദ്യം നിർത്തിക്കോ. കേശു സൂപ്പറാണ് പോലും. അതെന്താ ലക്ഷ്യം നീ അങ്ങനെ പറഞ്ഞേ? കേശുവിന് എന്തും ചെയ്യാനുള്ള ധൈര്യമില്ലേ? അവൻ എല്ലാവരുടെ നല്ല സ്നേഹമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവന് പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉണ്ടെന്നാണ്. അതാണ് പ്രശ്നം. മീര ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എല്ലാം അവന് കുറച്ച് കൂടുതലാണ്. അതെ, അവൻ ചോനറത്തല ഭവാനിയുടെ ചെറുമോനാ. അവൻ ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ടെന്ന് ഒരാവശ്യവും ഇല്ല. എന്നാ പിന്നെ കുറച്ചും കൂടെ ആ ചെറുക്കനെ അങ്ങ് ഇളക്കി വിട്. സ്ഥിരമാണിത്. എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉടനെ കുടുംബ മഹിമയെ അഹങ്കാരത്തോടെ ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ പറയും. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര മോശമാണ്. അമ്മൂമ്മയുടെ ഇതേ സ്വഭാവമാണ് ആ ചെറുക്കനും കിട്ടിയേക്കുന്നത്. ലച്ചു, നീ ഒരുപാട് അങ്ങ് നാക്ക് നീട്ടല്ലേ. അത് ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റം. രാവിലെ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ. എന്തോന്ന് ടീച്ചർ ഇത്? ടീച്ചർ വരുന്ന ദിവസം മൊത്തം ഇവിടെ പ്രശ്നങ്ങളാണല്ലോ. ലച്ചു, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ബാ അകത്തേക്ക് വാ, ബാഗൊക്കെ അവിടെ വെക്കാം. കോഫി ചായ എന്തെങ്കിലും? ആന്റി ഒരു ஸ்ட்ராங் காஃபி தரேன். மெர்லினுக்கும் வேணும். കല്യാണക്കുറയൊക്കെ അടിച്ചു തുടങ്ങിയോ ടീച്ചറെ? ആ അടിച്ചു കഴിഞ്ഞു. ഒരു 2000 അടിച്ചിട്ടുണ്ട്. 2000? ഗ്രാൻഡ് പരിപാടിയാണല്ലോ. അപ്പൊ ക്ഷണമൊക്കെ എന്തായി? വിളിച്ചു തുടങ്ങിയോ? ആ വിളിച്ചു തുടങ്ങി. ഫോണിലൂടെ വിളിക്കാനുള്ളവരൊക്കെ ഫോണിലൂടെ വിളിച്ചു. ഇനി നേരിട്ട് പോയി വിളിക്കാനുള്ളവരൊക്കെ നേരിട്ട് തന്നെ പോയി വിളിക്കണമല്ലോ. സത്യം പറഞ്ഞ ഇതൊക്കെ വലിയ ഹെക്റ്റിക് പരിപാടിയായിരുന്നു. എൻ്റെ കല്യാണമൊക്കെ എന്ത് ഗ്രാൻഡായിട്ട് നടത്തിയെന്ന് അറിയോ? കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടും കുറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ മറന്നുപോയി. വലിയ സീനായിരുന്നു അതൊക്കെ. ഓ, അമ്മയും അച്ഛനും എറണാകുളത്തേക്ക് വരുന്നുണ്ട് കല്യാണം വിളിക്കാൻ. അപ്പൊ ഇങ്ങോട്ടും വരും, കുഴിപ്പള്ളത്തും പോവും. ഇങ്ങോട്ട് വന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ കല്യാണത്തിന്. എന്തായാലും ഇങ്ങോട്ട് വരൂ. ഗൗരി ഇന്ന് വരുമോ?
ഗൗരി അമ്മായി ഇന്ന് വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. മിക്കവാറും വരാൻ ചാൻസ് ഇല്ല. അവിടെ ഷാർക്കിരയിൽ എന്തൊക്കെയോ പരിപാടിയാണെന്നാ പറഞ്ഞു. ഗൗരി ഉണ്ടാവും വിചാരിച്ചിട്ടാ ഞാൻ വന്നേ. അത് ശരി. അപ്പൊ നമ്മളെ കാണാൻ വന്നതല്ല, നിങ്ങളെയും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ല, ഡേ കെയറിന്റെ റീസ്റ്റാർട്ട് എന്തായി? ഡേ കെയറിന്റെ റീസ്റ്റാർട്ട് അത് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പറയാൻ വരുമായിരുന്നു. ഇപ്പൊ എന്തായാലും മഴയാണല്ലോ. അടുത്ത മാസം അടുത്ത എന്താ കന്യ തുലാമ എന്താണ് ചിങ്ങം. ചിങ്ങത്തിൽ എന്തായാലും മഴ പെയ്യും, ചിണുങ്ങി. അപ്പൊ നമുക്ക് ചിങ്ങം കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. 1 മാസം കഴിഞ്ഞിട്ടോ? 1 മാസം കഴിഞ്ഞിട്ട്. ചിങ്ങം ഈ വരുന്ന 17-ാം തീയതിയാണ്. ആണല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ടീച്ചർ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നില്ല. ഞാനോ? പിന്നെ ഞാൻ ഉണ്ടാക്കണോ? ടീച്ചർക്ക് സമാധാനപ്പെടും, നമുക്ക് പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. മറുപടി പറയടാ. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നിനക്ക് മറുപടി ഒന്നുമില്ലേ? ഞാൻ മറുപടി പറയാം. ഇല്ല, ഇപ്പൊ തരാം. ചേച്ചി എന്താ ടീച്ചറെ ടീച്ചറെ പോന്ന് നമ്മള് ടീച്ചറിന്റെ കാര്യം ഇന്നലെ കൂടെ പറഞ്ഞേ ഉള്ളൂ. ആരുടെ അടുത്താ നീ പറഞ്ഞേ? നമ്മുടെ ടീച്ചറെ എന്തൊക്കെയുണ്ട് വിശേഷം ടീച്ചറെ? സുഖം. ഒക്ടോബറിൽ എന്റെ കല്യാണമാണ്. കല്യാണോ? മെർലിൻ, കല്യാണം വിളിക്കാൻ എന്തായാലും വീട്ടിലോട്ട് വരും. എന്തായാലും വരണം കേട്ടോ. ഉറപ്പായിട്ടും പോണം, പ്രത്യേകിച്ച് മെർലിന്റെ ഡാഡി ഉള്ളപ്പം. അവിടെ എത്തിയിട്ടേ കേശുവിന്റെ കസിനാന്ന് പറഞ്ഞാൽ മതി. പിന്നെ വൻ സ്വീകരണം അല്ലേ, കുടുംബത്തോടെ എല്ലാരും കല്യാണത്തിന് വരുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാണോ? പിന്നെ അല്ലാണ്ട്. ലച്ചു ചേച്ചി ഉണ്ടായിരിക്കേ. മേരി ചേച്ചി ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാനും മമ്മി എന്തായാലും വരാൻ നോക്കാം. അതെങ്ങനെ ശരിയാവും? ഇന്നത്തോടെ നിങ്ങളുടെ ബന്ധം അങ്ങ് പിരിയുമല്ലേ? അതെങ്ങനെയാ? ബന്ധം പിരിക്കാനിവിടെ പലരും മുൻകൈ എടുത്ത് നിൽക്കല്ലേ? ബന്ധം പിരിക്കാൻ ആരും മുൻകൈ എടുത്ത് നിൽക്കണെന്ന് മെറിലെ വേണ്ടല്ലോ. ചേച്ചി ഇതിപ്പോ ശരിക്കും സംഭവം എന്താണെന്നറിയോ? ഇവളുടെ അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് തൃപ്തിയല്ല. കാരണം എന്താ? നമുക്ക് ലക്ഷറി കാറില്ല, കാശില്ല, ബിസിനസ് ഇല്ല. അതുകൊണ്ട് കേശു, നീ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, ഇതൊക്കെ തനിയെ വരുമല്ലോ. ആ ബോധം ടീച്ചർക്കുണ്ട്. എന്നാ അതേ ബോധം ആർക്ക് വേണം? എവക്ക് വേണം. എവക്കുണ്ടായാൽ മാത്രം പോരാ, എവളത് അവളുടെ അമ്മയ്ക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ അവളുടെ അമ്മയ്ക്കും ആ ബോധം വേണം. എന്നിട്ട് ഇവർ രണ്ടുപേരോട് അവളുടെ ഡാഡിക്ക് പിന്നെ പണ്ടേ ബോധമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വിഷയമില്ല. നിന്റെ അച്ഛന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ബോധമുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛനെ പറയരുത് ചേച്ചി, അച്ഛനെ വിളിക്കണേട്ടാ, അച്ഛനെ വിളിക്കണേട്ടാ. നീ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, തിരിച്ചിങ്ങോട്ട് കേക്കണേ. എന്നിട്ട് ചേച്ചിനെ വിളിക്കണ. ഇതൊന്ന് നിർത്തോ? ഏത് നേരം നോക്കിയാലും നിങ്ങൾ തമ്മിൽ തല്ലാണല്ലോ. മെർലിനെ പ്ലീസ്, നിങ്ങൾ തമ്മിൽ നല്ല മാച്ചിങ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പിരിയാനും പറ്റില്ല. ലച്ചു, നമുക്ക് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ല, എന്റെ കല്യാണം വരികയല്ലേ, ഗോൾഡ് എല്ലാം പണയത്തിലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് എടുക്കണം. അയ്യോ, എത്രയും പെട്ടെന്ന് എടുക്കും ടീച്ചറെ. ഈ പലിശക്കാശൊക്കെ ഇങ്ങനെ കുന്നു കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വർണത്തിനൊക്കെ എന്ത് വിലയാന്ന് പറഞ്ഞിട്ടാ. അതാണ് ഞാൻ പറയാൻ വന്നത്. അഥവാ ഡേ കെയർ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്റെ പൈസ തന്നാ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. കേശുടാ, ആ ടീച്ചറിന് കൊടുക്കാനുള്ള 50,000 കൊടുത്തേ. 50,000 രൂപ ആരും കൊടുക്കായി? ടീച്ചറെ ഞാനൊന്നുമല്ലല്ലോ മേടിച്ച, അമ്മായിയല്ലേ മേടിച്ച. അമ്മായി തരും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ടീച്ചറെ, പൈസയുടെ കാര്യമല്ല, അത് നമുക്ക് സെറ്റ് ചെയ്ത് തരാം. പിന്നെ അമ്മായിയുടെ അടുത്ത് ടീച്ചറിന്റെ കാര്യമൊക്കെ പറയാൻ അമ്മായിക്ക് മനസ്സിലാവും. ടെൻഷൻ അടിക്കണ്ട. എന്നാലേ ഞാൻ ഇറങ്ങാണേ. നീ അങ്ങോട്ടെല്ലാം ഇറങ്ങി പോകണ്ട, ചുമ്മാ ചാൾ പഠിച്ചോണ്ടിരിക്കുന്നത്. ഡാ, എന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കിപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം അല്ലേ? ആയിക്കോട്ടെ, എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. കേശു, നീ നല്ല പോലെ പാടുപെടും, നോക്കിക്കോ. നീ എന്ന് പോകുന്നുണ്ടേ 1.5 മണിക്കൂർ ഡയലോഗ് അടിച്ചോണ്ട് നിൽക്കുകയാണ്. പോയില്ലേ? പോ. ഞാൻ പോവാ. അല്ലേ ചേച്ചി, മേരി ചേച്ചി, ഞാൻ പോവാണേ. ഈ കിഴങ്ങൻ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞു പോടോ. എന്തിന്? പിന്നെ അല്ലാണ്ട് നടക്ക്, നമുക്ക് സംസാരിക്കാം. നടക്ക് റൂമിലേക്ക് നടക്ക്. എന്റെ 50,000 കിട്ടുമോ? കിട്ടും ടീച്ചറെ, കിട്ടും. ചേച്ചി മധുരയിൽ പോയിട്ട് കുറെ ആയല്ലേ? ஆமா மீரா, ரொம்ப நாளாச்சு. இந்த ஓணத்துக்காவது போக முடியணும். கௌரி இன்னும் நாளைக்கு വരുമോ? இன்னைக்கு வரேன் தான் சொன்னா, ஆனா இது வரைக்கும் வரல. நாளைக்கு கண்டிப்பா வருவா. എന്തായാലും അവളെ കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. നീ ഒന്ന് ചെയ്, അവളെ കൂപ്പിട്ട് പാരേ. ഞാൻ വിളിച്ചിട്ട് അവൾക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൾ മനഃപൂർവ്വം വരാതിരിക്കും.
അതെ, ലച്ചു വിചാരിച്ച എൻ്റെ പൈസ കിട്ടുമായിരിക്കും അല്ലേ? ஆ கண்டிப்பா கிடைக்கும். லெச்சு கிட்ட நிறைய பணம் இருக்கு. அவளுக்கு நல்ல மனசு. நீ அன்பா பாசமா கேளு, அவ கண்டிப்பா கொடுப்பா. அப்புறம் கௌரி லெச்சுக்கு திருப்பி கொடுத்தா போதும்ல. அதே மாதிரி இந்த ஐடியா நான் சொல்லி கொடுத்தேன்னு மட்டும் அவள்கிட்ட சொல்லாத. என்னாச்சு? இந்த ஐடியா சொல்ல மாட்டேன். ആന്റി എന്താ പറഞ്ഞ? ഗൗരി ഇവിടെ കാശുകാരി ഞാനാണെന്നാ? പിന്നെ ആ കബോർഡൊക്കെ തുറന്നു നോക്ക്, നോട്ട് ഞാനിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചേക്കുമല്ലേ. കുറച്ച് തന്ന് വിടട്ടെ, കൊണ്ടുപോവോ മധുരയ്ക്ക്? എന്റെ ടീച്ചറെ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാശൊക്കെ തരാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ആ കാശ് തന്നാല് ആ കാശ് തിരിച്ച് അമ്മായി എനിക്ക് തരൂല. അപ്പൊ നഷ്ടം ആർക്കാ? എനിക്കല്ലേ. എന്തായാലും ടീച്ചർ വന്ന സ്ഥിതിക്ക് അമ്മായിനെ കണ്ടിട്ട് പോയാൽ മതി. ആ, അത് ഞാൻ എന്തായാലും തീരുമാനിച്ച കാര്യമാണ്. ഗൗരീനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആഹാ, ഇവിടെ നിൽക്കുക. അല്ല, എന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളോട് വർത്താനം പറഞ്ഞു നിൽക്കുക. ആ വർത്താനം പറഞ്ഞൊന്നുമില്ല, അതേ കണ്ടില്ല, ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ഞാൻ പോവാ. ഇവിടെ ഇനി നിന്നാലേ ഞാനും കേശുമായിട്ട് തെറ്റിപ്പിരിയും. ചേടാ, നിങ്ങൾ പിരിയും എന്ന് പറയുന്നല്ലാണ്ട് പിരിയുന്നില്ലല്ലോ. കുറെ നാളും കൊണ്ട് കേൾക്കുന്നു. കനകം, നീ എന്തിനാ ഇപ്പൊ ഇവിടെ വൃത്തിയാക്കുന്നേ? என்னம்மா இது? ஓணம் தானே வருது, இங்க எல்லாம் நீட்டா இருக்கணும்ல. എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ അത് മുഴുവിപ്പിക്കത്തില്ല. വേറെ എന്തെങ്കിലും കിട്ടുമ്പോ അതിന്റെ പുറകിന് പോകും. പിന്നെ ആണെങ്കിലോ നിക്കുന്ന നിപ്പി കാണത്തില്ല. എന്തോന്നാ അമ്മൂമ്മേ, അത് വീട്. ഇപ്പൊ ഓണമല്ലേ വരുന്നേ. പിന്നതേ നമ്മുടെ സ്വന്തം വീടായിട്ട് ഇത് ആദ്യത്തെ ഓണമാണ്. ഇന്നാണെങ്കിൽ പണിയെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. ദേ മെർലിനുണ്ട്, ടീച്ചറുണ്ട്, ഞാനുണ്ട്, അമ്മൂമ്മയുണ്ട്, ആന്റി ഉണ്ട്. ഞാൻ പോവാ. ഇവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് പോയാ മതി. ആഹാ, എല്ലാരും കൂടെ ചർച്ച ചെയ്തോണ്ട് നിന്ന് അവസാനം ബാക്കിയുള്ളവൻ ഉച്ചക്ക് ചോറ് തിന്നാൻ കിട്ടാതാവോ? ആ, എല്ലാരും ഉരുട്ടങ്ങ് കൊടുക്ക്. വേറൊന്നും നടക്കണല്ല, അതെങ്കിലും നടക്കട്ടെ. മെറിലുള്ള വേണ്ടട്ടാ, നീ എനിക്കിട്ട് തന്നെ വൈ. ആവാല്ലോ, എന്താണല്ലോ ആവാല്ലോ. നമ്മളവനോട് ചുമ്മാ അയക്കുകയാണല്ലോ. കേശു ഒന്ന് നിർത്തടാ. കുറെ നേരമല്ലേ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ആ കൊച്ചു പറഞ്ഞാൽ എന്താണ് തെറ്റ്? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിന്റെ ഡിഗ്രി പഠിത്തം കഴിയും. അത് കഴിയുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താണ്? പ്ലാൻ എന്താ? ഡിഗ്രി കഴിയുമ്പോ പിന്നെ എം എ എടുക്കണം. എം എ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് കണ്ട് ആലോചിക്കണം. അത് ഞാൻ ആലോചിക്കും. ഇങ്ങനെ മലയാളം പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. ഡബിൾ എം എ, ട്രിപ്പിൾ എം എ, അങ്ങനെ 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 അങ്ങനെ. கேசு படிச்சுட்டே இருப்பான், லெச்சு வந்து படிக்க வச்சுட்டே இருப்பான். அதுக்குள்ள மெர்லினுக்கு 2 3 குழந்தைங்க ஆகும். வேற திருமணத்துல അത് തന്നെ എന്റെ സംഭവിക്കാൻ പോണേ. വർഷങ്ങളൊക്കെ ഓന്ന് പറഞ്ഞങ്ങ് പോവും. പോവും. അതെ, നിങ്ങളല്ലേ എനിക്ക് കുറച്ച് സമയം താ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അമ്മൂമ്മ, ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് കൃഷിയിലോട്ടൊരു ഇറക്കമുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയല്ലേ. 100 മീൻ ഞാൻ വിളയിക്കും. മോനെ കേശു, ഓ, കൃഷിയിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാലേ വിളവ് കിട്ടത്തില്ല. നീ കളത്തിലോട്ട് ഇറങ്ങണം. കളത്തിലിറങ്ങും അമ്മൂമ്മ, കളത്തിലിറങ്ങും. നിങ്ങളെല്ലാരും നോക്കിക്കോ. ഈ ഓണത്തിന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം എന്താണ് കൃഷി, എങ്ങനെയാണ് കൃഷിയുടെ വിളവ്, എന്തൊക്കെയാണ് കൃഷിക്കകത്തുള്ള ലാഭമെന്ന്. ചേ, എന്നോട് ഒറ്റയ്ക്ക് പറ്റൂല. നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിൽക്കണം. ഞാൻ കൂടെ നിൽക്കൂല, അത് ഇപ്പോഴേ പറയാം. கேசு நீ வருத்தப்படாத, நாங்க எல்லாரும் கூட நிப்போம். ആ, അങ്ങനാണെങ്കിൽ ഫോളോ മീ. ലച്ചേച്ചി ഫോളോ മീ. കൂടെ വരെ വാന്ന്. நான் வரேன்டா. വാ അമ്മൂമ്മ. ലച്ചേച്ചി വാ ചേച്ചി. ആ, ഓ, എല്ലാരെയും നീ വിളിച്ചു വരുത്തിയിട്ട് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉലാത്തണത്? ചേച്ചി ഇതൊരു സീരിയസ് കാര്യമാണ്. അങ്ങനെ ചാടെടുത്തൊക്കെ പറയാനൊന്നും പറ്റില്ല. പിന്നെ പറയാൻ വരുമ്പോ ചുമ്മാ ഇടയിൽ കയറി സംസാരിക്കില്ല കേട്ടല്ലേ. നീ അല്ലേ കയറി സംസാരിക്കണത്? ഞാൻ ഇടയിൽ കയറി സംസാരിക്കണേ? ചേച്ചി ഇങ്ങനെ സംസാരിക്കാൻ പരിപാടി നടക്കൂലേ? ലച്ചു, നീ മിണ്ടാതിരിക്കുക, അവൻ പറയട്ടെ. ആ, ഞാൻ പറഞ്ഞോട്. പറ. മണ പറയാൻ തന്നെ പോണല്ലോ. അതെ, സംഭവം നമ്മുടെ കയ്യിലുള്ള സംഭവം തന്നെ. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. இன்வெஸ்ட்மெண்ட் தானே, அதுக்கு நீ எதுக்கு கவலைப்படணும்? நம்ம லெச்சு இருக்கால. അത് പിന്നെ എനിക്ക് അറിഞ്ഞോ ചേച്ചി ഉണ്ടെന്ന്. അതായത് അമ്മൂമ്മ, ഇപ്പൊ എന്തായാലും ഓണം വരാൻ പോവാണല്ലോ. അപ്പോ ഈ സാധനങ്ങളുടെ വില, അതായത് പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറി, ഇതിന്റെയൊക്കെ വില നേരെ കയറി അങ്ങ് ഇരട്ടിക്കൂലേ? അതരട്ടിയാവും. ആ, അപ്പൊ ഈ വരാൻ പോണ ഓണത്തിന് ഞാൻ ഒരു ഓണച്ചന്ത മനസ്സിൽ കാണുന്നുണ്ട്. ഓണച്ചന്തേ?
അയ്യോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. ഇതൊരു കഷ്ടം. ഇത് അടുത്ത് പറഞ്ഞേ, ഈ വീട്ടിൽ കയറിയിട്ടേ എല്ലാ ദിവസവും അപ്പവും മട്ടച്ചവും മാത്രം അടിച്ചുകൊണ്ടിരുന്ന ഈ ഓണച്ചന്തയൊന്നും അറിയില്ല കേട്ടാ. അതെ, ഞാൻ പോവാ. അവിടെ അവിടെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് ഞാൻ പോവാന്ന് നീ എവിടെ പോണ്? ഡേ എന്റെ വീടാണ്, നിന്റെ വീടൊന്നുമല്ല. തോന്നുമ്പോ കയറി വരാനും തോന്നുമ്പോ ഇറങ്ങി പോവാനും. നടക്കൂല. അവിടെ നിന്നോണോ கேசு அதை விடு, நீ ஓணச்சந்தையை பத்தி சொல்லு. ഓണച്ചന്ത ഈ ഓണത്തിന് നമ്മൾ നടത്തും ഓണച്ചന്ത. ഓണച്ചന്ത നീ എവിടെ നടത്തും? ഫ്രണ്ടില് നീണ്ട ഇവിടുന്ന് റോഡ് കിടക്കല്ലേ, ഗ്രൗണ്ട് പോലെ. ചേച്ചി നമ്മൾ രണ്ട് സൈഡിലും നല്ല നീട്ടി പന്തലങ്ങിടും. എന്നിട്ട് അതിൽ ചേന, ചേമ്പ്, കാച്ചില്, പച്ചക്കറി, തേങ്ങ, വെളിച്ചെണ്ണ എന്ന് വേണ്ട ഉള്ള എല്ലാ സാധനവും അതിലിട്ട് നമ്മൾ വിൽക്കും. അതും നല്ല ജൈവ സാധനം ഇടുക്ക് വിലയ്ക്ക്. டே கேசு, இந்த காய்கறி எல்லாம் எங்க இருந்து கிடைக்கும்? അത് ചോദ്യം. അമ്മൂമ്മ, നമ്മുടെ പടവലത്തെ പറമ്പിൽ ചുമ്മാ കളിച്ചേറ് പറഞ്ഞ ചേനയും ചേമ്പും എല്ലാം അവിടെ കുത്തിപ്പറക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു എത്ര കിലോ വരും? ഒരു 10-500 കിലോ കിട്ടുമോ? അതാണ്. അതിപ്പോ എന്ത് ചെയ്യണം നമ്മള്? അതിപ്പം എല്ലാം വെട്ടിയെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കുന്നു. ഓക്കെ. ഓണം ആകുമ്പോഴത്തേനെ ചീനി വിളവെടുക്കാൻ പാവമാവുമല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്തവണ അതെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവരണം. എല്ലാം കൂടെ കൊണ്ടുവരണം. പകുതി നമ്മൾ ഇവിടെ ഇട്ട് വെക്കും, പകുതി നമ്മൾ മറച്ചു വെക്കും. നല്ല കാര്യം. അമ്മൂമ്മ, ഓ തേങ്ങ ഓണം ആകുമ്പോഴത്തേനെ ഇടാറാവൂലേ? ആവും. അപ്പൊ ഇത്തവണ നമുക്ക് തേങ്ങ ഇവിടെ ഇട്ട് വിൽക്കാം. ഒരു കച്ചവടം തുടങ്ങുന്നതിന് ഒരു 10-17 ദിവസം ഉണ്ട്. അമ്മൂമ്മ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പടവലത്തോട് വിളിച്ച് പറഞ്ഞിട്ട് തെങ്ങിന് തടവെടുത്ത് കല്ലുപ്പും ചാരും ഇവിടെ മിക്സ് ഇടാൻ പറ. നല്ല സൂപ്പർ വിളവ് കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നു. പിന്നെ അവിടെ കിടക്കണ കൊപ്പറെല്ലാം എടുത്ത് ചാട്ടണം. എന്നിട്ട് ആ കിട്ടണ എണ്ണയും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കും. എങ്ങനെ? എണ്ണയായി കൊല, നേന്ത്രക്കൊല, പിന്നെ വാളയം കോടയും, ഞാലി, ചോമ്പ്, അല്ല കിടുക്ക് വിളഞ്ഞ കൊല ഇവിടെ കൊണ്ടുവന്നിട്ട് വിറ്റാലേ ചൂടപ്പം പോലെ വന്ന് കൊത്തെടുത്തോണ്ട് പറക്കും ആൾക്കാർ അല്ലേ? അതെ. കേശു പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്. കുറച്ച് കാര്യമോ? കേശു പറയണതിൽ ഫുള്ളും കാര്യമാണ്. പിന്നെ കുറച്ച് പച്ചമുളകും പാവലും പയറും അതെല്ലാം കൂടെ നമുക്ക് പടവലത്തു നിന്ന് തൂത്തുവാരി പറക്കി എടുത്തോണ്ടെങ്കിൽ വന്ന് ഇവിടെ ഇട്ട് വിൽക്കാം. വിറ്റ് പോവോ? ഉറപ്പായിട്ടും വിറ്റ് പോവും. സംഭവം ഇവിടുത്തെ നാട്ടുകാർക്ക് പകുതി മുക്കപ്പേർക്കും അറിയാം നമ്മളുടെ ഇത് കർഷക കുടുംബമാണെന്നും ചെയ്യുന്നത് ജൈവ കൃഷിയാണെന്നും. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ എന്തായാലും സിമ്പിളായിട്ട് വിറ്റു. അപ്പൊ കുറച്ച് കാശ് കൃഷിക്ക് വേണ്ടി പടവലത്ത് ഇറക്കണം അല്ലേ? എന്റെ മെർലിനെ ഇനി പൈസ ഇറക്കി കൃഷി ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഉള്ളതിൽ വളമിട്ട് ആളെ വെച്ചിട്ട് അതെല്ലാം ഒരു പരുവത്തിലാക്കി എടുക്കുക. അല്ല കേശു, നീ പറഞ്ഞില്ലേ അതിൽ പച്ചക്കറി എല്ലാം കുറവാണല്ലോ? അത് നമ്മൾ പുറത്തുനിന്ന് ഇറക്കുന്നത്. നല്ല ന്യായ വില കൊടുത്ത് നല്ല കിണ്ണം പച്ചക്കറി നമ്മൾ ഇറക്കും. എന്നാലേ എന്റെ നാട്ടില് നെമ്മാറ, കൊല്ലങ്കോട് ഭാഗത്തൊക്കെ കൃഷിയുണ്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കൃഷിയുണ്ടോ? നമ്മുടെ എന്റെ ബന്ധുക്കളുടെ അടുത്തും കൃഷിയുണ്ട്. അപ്പൊ നിനക്ക് വേണ്ട കയ്പയ്ക്ക, പടവലം ഇതൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടാ. നമുക്ക് അതൊരു കൈ നോക്കിയാലോ? டே எனக்கு இப்ப தாண்டா வேற விஷயம் ஞாபகம் வந்தது. நம்ம முத்துக்குமரன் அண்ணா இருக்காருல்ல, அவரு பாலக்காடு வராரடா. அவரோட பெரியம்மா வீடு அங்கே இருக்கு, கங்கைபுரம், கோவிந்தாபுரம் பார்டர். அங்க நிறைய தோப்பு இருக்கு. இந்த மாதிரி காய்கறி கிருஷி எல்லாம் நிறைச்சு இருக்காம்டா. ഈ മുത്തുക്കുമരൻ എപ്പോ പറഞ്ഞു? അടുത്ത വാരം. അടുത്ത വാരം ഓക്കെ. അപ്പൊ അടുത്ത വാരം മുത്തുക്കുമരൻ അങ്ങോട്ട് വരുന്നു, നമ്മളെല്ലാവരും കൂടെ പാലക്കാട് പോകുന്നു. എന്ത് പറയണേ? വണ്ടി വിളിച്ച് നേരെ പാലക്കാട് പോകുന്നു. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റി നേരെ എവിടെ പോകുന്നു? ഗംഗാപുരം അല്ലേ? ഗംഗാപുരത്ത് പോയി മുത്തുക്കുമരണ്ണനെ കണ്ട് അവിടുന്ന് പച്ചക്കറി കയറ്റി നേരെ കൊണ്ടുവന്ന് ഇവിടെ എറണാകുളത്ത് ഇറക്കും. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഓണച്ചന്തയിൽ നമ്മൾ ഇട്ട് വിൽക്കും. ഇന്നേ വരെ എറണാകുളം കാണാത്ത തരത്തിലുള്ള നല്ല ഫസ്റ്റ് ക്ലാസ് ഓണച്ചന്ത ഞാൻ നടത്തും. നമ്മൾ നടത്തും. അതെ, നീ വിചാരിക്കണ പോലെ നടക്കൂല. അതിന് ഇഷ്ടം പോലെ ജോലിക്കാർ വേണം. ഇവിടുന്ന് വണ്ടി വിളിച്ച് അവിടെ വരെ പോകണം, സാധനങ്ങൾ കളക്ട് ചെയ്യണം, അത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം, വിൽക്കണം. നീ പറയുന്ന രീതിക്ക് തന്നെ ഒരുപാട് പൈസ വരും. അതെ ലക്ഷങ്ങൾ വേണ്ടി വരും. എന്നാലല്ലേ ലക്ഷങ്ങൾ മാറാൻ പറ്റൂ. പൈസ മുടക്കാൻ നമുക്ക് ആരൊക്കെ ഉണ്ട്? നമുക്ക് നമ്മുടെ ലച്ചു ചേച്ചിയുണ്ട്, മെർലിനുണ്ട്, ഗൗരിയമ്മായി ഉണ്ട്, മീര ടീച്ചറുണ്ട്. ഞാനോ? എന്റെ കല്യാണമാണ്. കല്യാണത്തിനുള്ള പച്ചക്കറി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അല്ലേ ഇതിന് എന്തിനാണ് കല്യാണം? കല്യാണം നമുക്ക് പിന്നെയും കഴിക്കാം. ചന്ത, ഓണച്ചന്ത ഓണത്തിന് മാത്രമേ നടത്താൻ പറ്റുള്ളൂ കേട്ടാ. അപ്പൊ മീര ടീച്ചർ ഓക്കെ അല്ലേ? ചേച്ചി ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? അമ്മൂമ്മ, ഞാൻ എന്റെ മോന്റെ കൂടെ തന്നെ നിൽക്കും. ഉണ്ട്. എന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട്? അപ്പൊ മെർലിന് വിൻസെന്റ് തോമസ് എന്ത് പറയുന്നു? ചെറിയ പേടിയുണ്ട്, എന്നാലും നിക്കാം. ഓക്കെ. ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി? അല്ല,
ഫണ്ട് കടല് കിടന്ന് വരും. എന്റെ സിദ്ധുളേനെ ഞാൻ വിളിക്കും. എന്റെ അളയെ മാറി കൊണ്ടുവന്ന് കൊട്ടിത്തരും കേട്ടാ. ഓക്കെ അല്ലേ? കൂടെയല്ലേ? ആ ഇനി എല്ലാവരുടെയും മനസ്സില് ഓണച്ചന്ത 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 എന്നുള്ളൊരു ഒറ്റ ചിന്തയെ പാടുള്ളൂ. കൈകൊണ്ട് പാറമണ ഓണച്ചന്ത. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഒരുമിച്ച് പറ. പാറമണ ഓണച്ചന്ത.